സ്വീറ്റ് കോൺ ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. ചാറ്റ് മസാലയുടെ പൗഡർ ഇട്ടുകൊണ്ടാണ് സ്വീറ്റ് കോൺ ചാറ്റ് മസാല എന്ന് ഞാൻ പറഞ്ഞത്. ഒച്ച വെക്കല്ലേ പോ ഒച്ച വെക്കല്ലേ. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖം സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മളൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്വീറ്റ് കോൺ മസാല. ഇതൊരു കിഡിലോസ്കി ഐറ്റമാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക്, അത് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കിഡിൽ ഐറ്റം ആയിരിക്കും. സിമ്പിൾ ആൻഡ് ടേസ്റ്റി. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കം ഓൺ. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കോണുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അല്ലികളെല്ലാം അടർത്തിയെടുക്കണം. പാക്കറ്റ് വാങ്ങുവാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പാക്കറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഫുള്ള് അടർത്തിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ല കുട്ടപ്പനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സ്വീറ്റ് കോൺ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നുമില്ല, ഞാൻ അധികം വെള്ളം ചേർത്തിട്ടല്ലല്ലോ വേവിച്ചേ. അപ്പം വെള്ളം അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയണമെന്നില്ല. ജസ്റ്റ് ഇതിന്ന് കോരി, അധികം വെള്ളം ഇല്ലാത്ത രീതിയിൽ കോരി എടുത്താൽ മതി. അപ്പോൾ കോരി എടുക്കുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യ്, എൻ്റെ കയ്യിൽ ബട്ടർ ഇപ്പോൾ ഇല്ല, അപ്പോൾ ഞാൻ ഇത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ജസ്റ്റ് 2 തുള്ളി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വെന്തിരിക്കുന്ന സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുക. ചൂടോട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വേവിച്ച സ്വീറ്റ് കോൺ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ, ഇപ്പം ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, ഈ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി നാരങ്ങ, സ്വീറ്റ് കോൺ ചാറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിപ്പുണ്ട്, നാരങ്ങാനീരിൻ്റെ ആ പുളിപ്പുണ്ട്, കുരുമുളക് പൊടിയുടെ ചെറിയ ഫ്ലേവറുണ്ട്, മുളക് പൊടിയുടെ ചെറിയ ഫ്ലേവറുണ്ട്.
ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നപ്പം ഇതിൻ്റെയൊക്കെ ഒരു മിനിമം ലെവലിൽ ഞാൻ പൗഡേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപാട് കുത്തി നിൽക്കുന്നില്ല. പിള്ളേർക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മിനിമം ലെവലിൽ സ്പൈസിനെസ് ആഡ് ചെയ്തത്. അവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇവൻ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അതുപോലെ മാൾസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ മാൾസിലും ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടാറുണ്ട്. ഒരു ചെറിയ ബൗളിന് തന്നെ 50 റുപ്പീസൊക്കെയാണ് റേറ്റ്. ഇത് ഈ സ്വീറ്റ് കോൺ ഞാൻ മേടിച്ചതിന് 30 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പൗഡേഴ്സൊക്കെ മേടിച്ചു. ചാറ്റ് മസാല പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ മാംഗോ പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു മസാലയുടെ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസിനെസ്സൊക്കെ ഓൾട്ടർ ചെയ്തെടുക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ മിനിമം ലെവലിലെ സ്പൈസിനെസ്സിന് ഉണ്ടാക്കിയ സ്വീറ്റ് കോൺ മസാലയാണ്. ഇഷ്ടപ്പെട്ടു. ഒരു ഈവനിങ് ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കോൺ ആയതുകൊണ്ട് ഹെൽത്തി കൂടെയാണ് അല്ലേ? അപ്പോൾ വളരെ നമ്മൾ ഇതുപോലെ സ്വീറ്റ് കോൺ അവൈലബിൾ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പാക്കറ്റ് കിട്ടും. നമുക്ക് ആ കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാം. പാക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചിട്ടാണെങ്കിലും ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ നമുക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നമ്മുടേതായ രീതിയിലൊന്നും നമ്മുടെ ചാനൽ ചെയ്ത് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കണ്ടൻസ് ആയിട്ട് ഇന്ന് വരാൻ ശ്രമിക്കാം. ബൈ.